സോഷ്യൽ സയൻസിൻ്റെ അടുത്ത ചാപ്റ്ററാണ് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. അപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഓരോ നയങ്ങളുടെയൊക്കെ ഫലങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഫാമേഴ്സ് വേർ വൺ ഓഫ് ദി ഇമ്മീഡിയറ്റ് വിക്ടിംസ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ ഏറ്റവും വലിയ ബ്രിട്ടീഷ് റൂളിന് ഇരയായവർ ശരിക്കും പറഞ്ഞാൽ ഫാമേഴ്സാണ്. It was the land revenue system implemented by the British that destroyed the backbone of farmers. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഓരോ റൂള് കാരണം ഈ ലാൻഡ്, അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്ന, ഭൂമി വിട്ടുകൊടുക്കുന്ന അങ്ങനത്തെ ഓരോ റൂൾസൊക്കെ കാരണം ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചത് ഫാമേഴ്സാണ്. ദി എയിം ഓഫ് ദെയർ ടാക്സ് പോളിസി വാസ് ടു മാക്സിമൈസ് ദ ഇൻകം. അപ്പോൾ ആ ഫാമേഴ്സിന് കിട്ടുന്ന ഇൻകത്തിനേക്കാളും കൂടുതലാണ് ഇവരുടെ ടാക്സ് കൊടുക്കുന്നതും അതൊക്കെ കൂടുതലാണെന്നാണ് പറയുന്നത്. ദി ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ഇൻ വേരിയസ് റീജിയൻസ് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡിഫറെൻറ്റ്. ദി ഫോളോയിങ് ടേബിൾ ഷോസ് ദ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ലാൻഡ് റവന്യൂ സിസ്റ്റം പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്, അത് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒറീസ. ആ ഒരു റീജിയനിലാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ റോഡ്വാരി സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ റീജിയൻസിലാണ്. മഹൽവാരി സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് വെസ്റ്റ് റീജിയൻസിലാണ് ഉള്ളത്. ഫീച്ചേഴ്സ് ഓഫ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്. In the permanent land revenue settlement, the tax was collected by zamindars. അപ്പോൾ ഈ പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ആ ഒരു ഏരിയയിൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ബംഗാൾ, ബീഹാർ, ഒറീസ, ആ ഒരു റീജിയനിലൊക്കെ ടാക്സ് കളക്ട് ചെയ്യുന്നത് സമീന്ദാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. Zamindar was the owner of the entire land where he had the jurisdiction to collect tax. അപ്പോൾ ഈ സെമീന്ദാർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെ നിന്നൊക്കെ ലാൻഡ് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ ആ സ്ഥലങ്ങൾ മുഴുവൻ, ആ ഒരു ടാക്സ് അവർ കളക്ട് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുഴുവൻ ഓണേഴ്സ് ആരായിരിക്കും? സെമീന്ദാർ ആയിരിക്കും. While the Zamindars become the owners of land, the actual farmers become tenants. അപ്പോൾ അവിടെ സെമീന്ദാസ് ഈ ലാൻഡിൻ്റെ ഓണേഴ്സ് ആകുമ്പോൾ അവിടുത്തെ ഫാമേഴ്സ് അവിടെ വെറും ജോലിക്കാരായിട്ട് മാറുകയാണ്. ഫാമേഴ്സ് വേർ ടു പേ അപ് ടു 60% ഓഫ് ദി yield as ടാക്സ്. അപ്പോൾ ഫാമേഴ്സ് എന്ത് ചെയ്യണം? ഇവരുടെ കൃഷി കിട്ടുന്നതിൽ 60% ടാക്സ് ആയിട്ട് ഇവർ കൊടുക്കണം. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് ദ ടൈം ഓഫ് പൂർ yield. അപ്പോൾ അവർക്ക് കിട്ടുന്നത് എത്ര തുച്ഛമായ വരുമാനമാണെങ്കിലും അല്ലെങ്കിൽ എത്ര കുറച്ച് കൃഷി വിളവാണെങ്കിൽ കൂടി അവർ ടാക്സ് പേ ചെയ്യണം. ദി ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ് സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദി സിസ്റ്റം ടാക്സ് കുഡ് ബി പെയ്ഡ് ഇൻ കൈൻഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം? അവർ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് മുന്നേ പൈസ ആയിട്ട് തന്നെ ടാക്സ് അടച്ചിരിക്കണം. ലോർഡ് കോൺവാലിസ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇൻട്രൊഡ്യൂസ് ദിസ് സിസ്റ്റം. അപ്പോൾ കോൺവാലിസ് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഗവർണറാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഇൻ ദ റോഡ്വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദി ഫാമേഴ്സ്. അപ്പോൾ ഈ റോഡ്വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ലാൻഡ് റവന്യൂ ഒക്കെ ഇവർ ഫാമേഴ്സിൽ നിന്നും ഡയറക്റ്റായിട്ടായിരുന്നു ഈ ടാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത്. Though ownership of land was vested with farmers, excessive tax impoverished them. Furthermore, the tax rates were frequently increased. In the Mahalwari system, the tax headman was assigned the responsibility to collect tax. അപ്പോൾ ഈ റോഡ്വാരി സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ അവർ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് ടാക്സ് വാങ്ങിക്കുമായിരുന്നു. അത് ഓരോ സമയം തോറും ആ ഒരു ടാക്സ് കൂടി വരുമായിരുന്നു. ഇനി മഹൽവാരി സിസ്റ്റം ആയിരുന്നപ്പോൾ അവിടെ ഒരു വില്ലേജ് ഹെഡ്മാൻ ഉണ്ടായിരിക്കും, ആളാണ് ടാക്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ചുമതലപ്പെട്ടിട്ടുള്ളത്. ടാക്സ് റേറ്റ് വാസ് എക്സസീവ് ഇൻ ദിസ് സിസ്റ്റം ടു. ദി എൻറ്റയർ വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഫോർ ടാക്സ് കളക്ഷൻ. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഇവർ കാണുന്നത്. The land revenue policies implemented by the British affect the agricultural sector. When they are unable to pay tax in the form of money before the deadline, they had to take loan from the money lenders at a high rate of interest. അപ്പോൾ ഈ ടാക്സ് ഒക്കെ അടയ്ക്കുന്ന സമയത്ത് ഇവർക്ക് ഈ കട്ട് ഓഫ് ഡേറ്റിന് മുന്നേ പൈസ അടയ്ക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പലിശയ്ക്ക്
പൈസ വാങ്ങണം. നമ്മൾ പലിശക്കാരിൽ നിന്ന് പൈസ കടം വാങ്ങൂലേ, അങ്ങനെ ചെയ്യണം. ദി ലോൺസ് were obtained by mortgaging agriculture land. The agricultural land of farmers who could not pay back the loan and interest was seized by money lenders. അപ്പോൾ ഈ പൈസയൊക്കെ നമ്മൾ തിരിച്ച് അടച്ചില്ലെങ്കിൽ എന്തുണ്ടാവും, ഈ ഫാമേഴ്സിൻ്റെ ലാൻഡും കാര്യങ്ങളൊക്കെ ഈ മണി ലെൻഡേഴ്സ് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. അതിനുള്ള ശിക്ഷയൊക്കെ അവർക്ക് കിട്ടും. Commercialization of agriculture. Traditionally, the peasants in India were engaged in agriculture mainly to produce things only to meet the needs of their family and village. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ കൃഷിക്കാർ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ആ വില്ലേജിലുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ദേ വർ കമ്പൽഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് നീഡ്സ്. അപ്പോൾ ഈ ബ്രിട്ടീഷ് റൂൾ വന്ന ഒരു ടൈമിൽ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ട് ഇവർ കൃഷി ചെയ്യേണ്ടതായിട്ട് നിർബന്ധിക്കപ്പെടുകയാണ്. ആസ് എ റിസൾട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. അപ്പോൾ എന്താ ഉണ്ടാവണേ, കൊമേഴ്ഷ്യൽ ക്രോപ്സ് സാധാരണ ഉണ്ടായിരുന്ന ആ ഒരു ക്രോപ്സ് മാറിയിട്ട് അവിടെ ഈ ഫുഡ് ക്രോപ്സ് മാറിയിട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് അവിടെ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് ക്രോപ്സിൽ നിന്നും പൈസ കൂടുതൽ കിട്ടുന്ന ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് അവർ മാറുകയാണ്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേൺഡ് ആസ് ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബ്രിട്ടീഷ് റൂൾ വന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ഫുഡ് ക്രോപ്സിൽ നിന്നും മാറിയിട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർ നിർബന്ധിക്കപ്പെടുന്ന ആ ഒരു ഭാഗമാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ക്രോപ്സ്, ഏതൊക്കെയാണ് റീജിയൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിഗോ കൂടുതലായിട്ടും കൾട്ടിവേറ്റ് ചെയ്തത് ബംഗാൾ, ബീഹാർ, കോട്ടൺ മഹാരാഷ്ട്രയിൽ, പഞ്ചാബിൽ, ഷുഗർ കെയിൻ ഉത്തർപ്രദേശ്, ടീ ആസാമിൽ, കേരള, ജൂട്ട് ബംഗാൾ, വീറ്റ് പഞ്ചാബ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ക്രോപ്സ് ഏതാണ്, അതിൻ്റെ റീജിയൻസ് ഏതാണ്, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ ഇത് പഠിക്കണം. അടുത്തതാണ് ഇൻഡിഗോ റിവോൾട്ട്. ഇൻഡിഗോ ഹാഡ് ഹൈ പ്രൈസ് ഇൻ ദി മാർക്കറ്റ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ ആ ഒരു സമയകാലത്ത് ഇൻഡിഗോയ്ക്ക് മാർക്കറ്റിൽ നല്ല പൈസയായിരുന്നു. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ്, ഫോർ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വർ യൂസ്ഡ് ദെൻ. അപ്പോൾ ഇൻഡിഗോ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഡൈയിങ്, അപ്പോൾ കളർ മുക്കാൻ അങ്ങനത്തെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കളറൊന്നുമല്ല, ഇൻഡിഗോ എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കളറാണ്. അപ്പോൾ അതിന് അന്ന് കാലത്ത് ഭയങ്കര മാർക്കറ്റായിരുന്നു. With the Industrial Revolution in the 18th century in England, textile industry gathered much momentum and demand for indigo further increased. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലൊക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇൻഡിഗോയ്ക്ക് എന്തായി ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. It was necessary for the British industrialists to get indigo plantation spread to more regions in India. അപ്പോൾ ഇൻഡിഗയ്ക്ക് ഡിമാൻഡ് കൂടിയോടുകൂടെ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് എന്ത് തോന്നി, നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിലും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ തോന്നി. ദേ ഗേവ് ദ ഫാമേഴ്സ് എ ഗുഡ് എമൗണ്ട് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ. ദേ ഫാമേഴ്സ് സക്കംബർഡ് ടു ടെംപ്റ്റേഷൻ ഓഫ് ദി കമ്പനി ഓണേഴ്സ് and widely planted indigo as they were in trouble with no other means to pay the heavy land tax. അപ്പോൾ എന്താ ഉണ്ടായത്, ഈ ഫാമേഴ്സിന് ഇവരെന്ത് ചെയ്ത് കൂടുതൽ പൈസ കൊടുത്തു ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫാമേഴ്സ് കമ്പനി ഓണേഴ്സിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും കുറേ ഇൻഡിഗോ ഇങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർ ഹെവി ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങളൊന്നും അവർ ആലോചിക്കാണ്ട് ഇങ്ങനെ കുറേ പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. Each farmer who accepted the advance amount from the British was liable to plant indigo in a fixed portion of his land. അപ്പോൾ കറക്റ്റായിട്ടൊരു ലാൻഡിൽ ഇന്ന സ്ഥലത്ത് ഇൻഡിഗോ പ്ലാൻ ചെയ്യണം, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ദി ഫാമേഴ്സ് വർ ഓൾസോ കമ്പൽ ടു കൾട്ടിവേറ്റ് ഇറ്റ് അറ്റ് ദ മോസ്റ്റ് ഫെർട്ടൈൽ പാർട്ട് ഓഫ് ദി അഗ്രികൾച്ചർ ലാൻഡ്. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡിൽ ഏറ്റവും കൂടുതൽ വളം ഉള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഫാമേഴ്സിനെ എങ്ങനെ ബ്രിട്ടീഷുകാർ കമ്പൽ ചെയ്തു. സോ ദ ലാൻഡ് യൂസ്ഡ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഗുഡ് ഗ്രെയിൻസ് വാസ് ടു ബി റിസർവ്ഡ് ഫോർ ഇൻഡിഗോ പ്ലാന്റേഷൻ. അങ്ങനെ ഈ കൾട്ടിവേഷന് വേണ്ടി നമ്മൾ കൂടുതൽ
ഇൻഡിഗോ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഡ്യൂ ടു ദ ഇൻ്റർഫറൻസ് ഓഫ് ബ്രിട്ടീഷ് ഏജൻറ്റ്സ് ഇൻ ദ ഹാർവസ്റ്റിംഗ് സീസൺ ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി എ ലോവർ പ്രൈസ് ഫോർ ഇൻഡിഗോ. അങ്ങനെ ഈ ഹാർവസ്റ്റിംഗ് സീസൺ, ഈ വിളവെടുപ്പിൻ്റെ സമയമൊക്കെ ആയപ്പോൾ ഫാമേഴ്സിന് ഭയങ്കര കുറവ് പൈസയാണ് ഇൻഡിഗോയ്ക്ക് കിട്ടിയുള്ളൂ. ലേറ്റർ വെൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെർ ഇൻവെൻറ്റഡ് ഇൻഡിഗോ ബിക്കം ആബ്സലറ്റ്. അപ്പോൾ എന്താ, ആർട്ടിഫിഷ്യൽ കളർ വന്നതോടുകൂടി ഇൻഡിഗോൻ്റെ കൾട്ടിവേഷൻ എന്തായി, ഡള്ളായി. ദിസ് made the plight of farmers more miserable, for they had used much of their land for indigo cultivation. അപ്പോൾ കൂടുതലായിട്ടും ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ച ആ ഒരു ഫാമേഴ്സിനൊക്കെ ഇത് ഭയങ്കര നഷ്ടമായി. ആർട്ടിഫിഷ്യൽ കളേഴ്സ് വന്നപ്പോൾ ഇൻഡിഗോയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞല്ലോ, അത് ഭയങ്കര നഷ്ടമായി. In 1859, the farmers of Bengal organized themselves and declared that they were giving up indigo cultivation. They attacked indigo factories with bows, arrows, swords and spears. Several women also participated in the revolt. അപ്പോൾ 1859 ബംഗാളിൽ ഇവരെന്ത് ചെയ്തു, ബംഗാളിലത്തെ ഫാമേഴ്സ് ഈ ഇൻഡിഗോ കൾട്ടിവേഷനെതിരെയായിട്ട് അവരുടെ ഇൻഡിഗോ ഫാക്ടറീസ്, അത് ഈ ബോസ്, ആരോസ് ഇതൊക്കെ വെച്ചിട്ട് ഇൻഡിഗോ ഫാക്ടറീസൊക്കെ അറ്റാക്ക് ചെയ്യാനും പിന്നെ അതിൽ കുറേ വുമൺസൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ദ റയോട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റഡ് ദ ബ്രിട്ടീഷ് സപ്പോർട്ട്സ് ആൻഡ് ദോസ് ഹൂ വർക്ക്ഡ് ഫോർ ദി ബ്രിട്ടീഷ്. ഹിയറിംഗ് ദി ന്യൂസ്, സെവറൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഫ്രം കൽക്കട്ട reached the revolt areas and extended their support. The revolt had a strong effect on the government. The government immediately appointed a commission to study the problems of indigo farmers. The commission found that the indigo farming was uneconomic and proposed to stop it. അപ്പോൾ ഈ കൾട്ടിവേഷൻ്റെ ഈ എന്താ പറയുക, ഫാമേഴ്സ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഈ ഫാമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് ഒരു കമ്മീഷൻ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഫാമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ഈ കമ്മീഷൻ മനസ്സിലാക്കിയത് ഈ ഇൻഡിഗോ ഫാമിങ് ഭയങ്കര അൺഎക്കണോമിക് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ അടുത്ത് നിർത്താനായിട്ട് ഈ കമ്മീഷൻ അവരുടെ അടുത്ത് പറയുകയാണ്. പെസൻറ്റ് റിവോൾട്ട്സ് ഇൻ കേരള. British Malabar witnessed many peasant struggles. It was the exploitation and suppression of the landlords and the British that led to the revolt in Malabar. The British treated the Jamnis as owners of land. The revolt was against the atrocities of landlords, including eviction of tenants. Such atrocities were carried out with the support of British. അപ്പോൾ ഈ നമ്മളെ കേരളത്തിലും ഇങ്ങനത്തെ ഓരോ റിവോൾട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ മലബാർ ആ ഒരു ഏരിയയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ജമ്മീസിനെ എന്തായിട്ടാണ്, ലാൻഡിൻ്റെ ഓണേഴ്സായിട്ടാണ് കണ്ടുവന്നിരുന്നത്. അങ്ങനെ അവരാണ് ഈ ജമ്മീസ് എന്ന് പറയുന്നത്, ലാൻഡ് ലോഡ്സിനെയാണ് ജമ്മീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഇതുപോലെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുക അങ്ങനെ എല്ലാം വന്നു എന്ന് കണ്ടപ്പോൾ എന്താണ്, ഈ ആൾക്കാർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യാണ്ടൊക്കെയായി മാറി. ഫാമേഴ്സ് ഓഫ് സൗത്ത് മലബാർ were tenants who cultivate the land obtained on lease from landlords. ലാൻഡ് കയ്യിൽ നിന്ന് ലീസിന് ലാൻഡ് വാങ്ങിച്ച ഫാമേഴ്സൊക്കെ ഭയങ്കര കഷ്ടത്തിലായി. മോസ്റ്റ് ഓഫ് ദോസ് ടെനൻസ് were മാപ്പിളാസ്. Muslims in Malabar are known as മാപ്പിളാസ്. So these struggles that happened in the 19th century are known as മാപ്പിള റെബലിയൻസ്. അപ്പോൾ മാപ്പിള റെബലിയൻസ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ കൂടുതലും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നത് മാപ്പിളാസാണ്. മാപ്പിളാസ് എന്ന് പറയുന്നത് മലബാറിലുള്ള മുസ്ലിംസിനെയാണ് മാപ്പിളാസ് എന്ന് പറയുന്നത്. അറൗണ്ട് 22 പെസൻറ്റ് റിവോൾട്ട് ടു പ്ലേസ് ഇൻ മലബാർ. അപ്പം മലബാറിൽ 22ഓളം റിവോൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ടു സപ്രസ് ദീസ് revolts, the British raised a special armed police battalion named മലബാർ സ്പെഷ്യൽ പോലീസ്. അങ്ങനെ ഇത് തടയാനൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ പുതിയൊരു പോലീസ് ഫോഴ്സിനെ ഇറക്കിയതാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ടു എൻക്വയർ അബൌട്ട് ദ ഫ്രീക്വൻറ്റ് റിവോൾട്ട്സ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് വില്യം ലോഗൻ കമ്മീഷൻ. അങ്ങനെ നമ്മൾ ഈ റിവോൾട്ട്സൊക്കെ കൂടി വന്നപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ദി കമ്മീഷൻ പോയിൻ്റ് ഔട്ട് ദ കോസ് ഓഫ് സ്ട്രഗിൾ വാസ് ദ അൺഫെയർ ലാൻഡ് റവന്യൂ സിസ്റ്റം ഓഫ് ബ്രിട്ടീഷ്. അപ്പോൾ ഈ കമ്മീഷൻ മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരുടെ ന്യായമല്ലാത്ത കാരണം കൊണ്ടൊക്കെയാണ് ഈ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് ഈ കമ്മീഷൻ മനസ്സിലാക്കിയത്.
സ്ട്രഗിൾ സ്റ്റോംസ് ജംഗിൾസ്. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ദി അബോവ് ഡിസ്ക്രിപ്ഷൻ ഈസ് അബൌട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് സാന്തൽസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1855. അപ്പോൾ 1855 സാന്തൽസിന് ബ്രിട്ടീഷിന് എതിരെയായിട്ട് സാന്തൽസ് നിന്ന കഥയാണ് പറയുന്നത്. ദ ട്രൈബ്സ് ബിക്കെയിം ദ വിക്ടിംസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. അങ്ങനെ ഈ ഒരു ട്രൈബ്സ് എന്താണ് ബ്രിട്ടീഷ് റൂളിൻ്റെ വിക്ടിംസായി മാറുകയാണ്, അവരുടെ കീഴിലൊക്കെ ആയി മാറുകയാണ്. ഗാദറിംഗ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കാറ്റൽ റയറിംഗ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ഹണ്ടിങ് വേർ ദ മേജർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. അപ്പോൾ ഈ സാന്തൽസിൻ്റെ മെയിൻ തൊഴിൽ, അങ്ങനത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഉണ്ടാക്കുക, കാട് ഉണ്ടാക്കുക, പിന്നെ കാറ്റൽ റെയറിങ്, ഇപ്പോൾ കന്നുകാലികളായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ അവരുടെ കൃഷി, പിന്നെ ഹണ്ടിങ് ചെയ്യുക, വേട്ടയാടുക, ഇതൊക്കെയാണ് അവർ ജീവിച്ചു പോരുന്ന കാര്യങ്ങൾ. ദ ഫോറസ്റ്റ് ആക്ട് എംബോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് മെയ്ഡ് ദെയർ ലൈഫ് മിസറബിൾ. അങ്ങനെ ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു സംഭവം വന്നതോടുകൂടെ ഇവരുടെ ജീവിതം ആകെ മാറി മറിയാണ്. ദേ വർ പ്രൊഹിബിറ്റഡ് ടു എൻ്റർ ഫോറസ്റ്റ് വെൻ ദ ബ്രിട്ടീഷ് ഡിക്ലെയർഡ് ഫോറസ്റ്റ് ആസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ഫോറസ്റ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ കാടിൻ്റെ അകത്തേക്ക് പോകുന്നത് അവിടെ നിരോധിച്ചു. The forests that were abundant with the trees required by the British were declared as protected forest. അങ്ങനെ ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ്, അവർ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ അവർക്ക് ആവശ്യമുള്ള ട്രീസിലൊക്കെ അവരിങ്ങനെ അവരെന്താ എഴുതി വയ്ക്കുന്നത്, ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിനായിട്ട് ട്രീസൊക്കെ യൂസ് ചെയ്യാണ്. ദ ബ്രിട്ടീഷ് വൈഡ്ലി ഫെൽഡ് ട്രീസ് ഫ്രം ദ ഫോറസ്റ്റ് ടു ലേ റെയിൽവേ ലൈൻസ് ആൻഡ് ബിൽഡ് ഷിപ്സ് ആൻഡ് ഫോർ പ്ലാന്റേഷൻ. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, അവിടുത്തെ കാട്ടിൽ നിന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുകയാണ് റെയിൽവേ ലൈൻസിന് വേണ്ടിയിട്ടും, പിന്നെ ഷിപ്പുകൾ ഉണ്ടാക്കാനും, പിന്നെ വേറെ ചെടികൾ നടാനും കാര്യത്തിനൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ മരങ്ങൾ മുറിച്ച് മാറ്റുകയാണ്. ദ ബ്രിട്ടീഷ് ലീവ്ഡ് ടാക്സ് അറ്റ് ഹയർ റേറ്റ്സ് ഓൺ ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്റ്റഡ് ബൈ ദ ട്രൈബ്സ്. അപ്പോൾ കാട്ടിലത്തെ സാധനങ്ങൾ സ്വീകരിക്കുന്ന ട്രൈബ്സിന് ടാക്സൊക്കെ അടയ്ക്കേണ്ടി വരികയാണ്. ദി സിറ്റുവേഷൻ ലെഡ് ദ ട്രൈബ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. ഈ ഒരു സിറ്റുവേഷനാണ് ബ്രിട്ടീഷിനെതിരെ ട്രൈബ്സിന് ഫൈറ്റ് ചെയ്യാൻ കാരണമാവുന്നത്. അടുത്താണ് കുറിച്യ റിവോൾട്ട്. കുറിച്യ റിവോൾട്ട് വാസ് അനദർ ട്രൈബൽ ഇൻസർജൻസി അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇതും ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു ട്രൈബൽ അറ്റാക്കാണ്. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുമ്പ ട്രൈബ്സ് ഓഫ് വയനാട് ഇൻ 1812. അപ്പോൾ 1812 കുറിച്യ കുറുമ്പ എന്നുള്ള ഒരു ട്രൈബ്സ് വയനാട്ടിൽ, അവരാണ് ഈ ഒരു കുറിച്യ റിവോൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് അവർ റിവോൾട്ടിന് തയ്യാറാവുന്നത്. ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ബ്രിട്ടീഷ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ടാക്സ് കൊടുക്കണം അല്ലേ, അതാണ് പറയുന്നത്. കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. അപ്പോൾ പൈസയായിട്ട് തന്നെ കൊടുക്കണം എന്ന് അവർ ഇങ്ങനെ നിർബന്ധിക്കില്ലേ അത്. സീസിങ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ ഈ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഭൂമി ഇവർ പിടിച്ചെടുക്കുക. ഇതൊക്കെയായിരുന്നു ഇവർ റിവോൾട്ട് തുടങ്ങാനുള്ള കാരണം. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ കുറിച്യ ലീഡർ രാമ നമ്പി. സെവറൽ പീപ്പിൾ അതർ ദാൻ ട്രൈബ്സ് ഓൾസോ ജോയിനിങ് സ്ട്രഗിൾ. അപ്പോൾ രാമ നമ്പി എന്ന് പറഞ്ഞിട്ടുള്ള കുറിച്യ ലീഡറാണ് ഈ റിവോൾട്ട് തുടങ്ങുന്നത്. മാത്രമല്ല കുറേ ട്രൈബ്സ് അല്ലാണ്ട് സാധാരണ ആൾക്കാരും ഇവരുടെ കൂടെ സ്ട്രഗിളിന് ചേർന്നിരുന്നു. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സപ്രസ് ദ സ്ട്രഗിൾ ആൻഡ് കിൽഡ് രാമ നമ്പി. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്താ ചെയ്തേ, ഈ രാമ നമ്പീനെ കൊന്നുകളഞ്ഞു. TH ബാബർ, ദി ദെൻ സബ് കളക്ടർ ഓഫ് തലശ്ശേരി, റെക്കോർഡഡ് ഇഫ് ദ റിയോട്ട്സ് കുഡ് റെസിസ്റ്റ് 1 more month they could control the entire state. അങ്ങനെ രാമൻ നമ്പീനെ കൊന്നുകളഞ്ഞിട്ട് അവിടുത്തെ TH ബാബർ എന്ന് പറയുന്നത് അവിടുത്തെ സബ് കളക്ടറായിരുന്നു തലശ്ശേരിയിലത്തെ ആൾ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ റയോട്ടേഴ്സ് കുഡ് റെസിസ്റ്റ് 1 more month they could control the entire state. അങ്ങനെ പറഞ്ഞു. Beside the Santhal and Kurcha revolt, several other tribal insurgencies broke out the different parts of India. The important among them are. അപ്പോൾ ഈ സാന്തലും പിന്നെ കുറിച്ച റിവോൾട്ടും കഴിഞ്ഞതിന് ശേഷം കുറേ ട്രൈബൽ റിവോൾട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറേ റെബല്യൻ, അത് രണ്ടും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പഹരിയ റെബല്യൻ, പിന്നെ ബിൽ റെബല്യൻ, കോൾ റെബല്യൻ, മുണ്ട റെബല്യൻ, ഗാസി റെബല്യൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ള റെബല്യൻസ് എന്ന് പറയുന്നത്. ലിസൺ ദ വേർഡ് ഓഫ് K. സുരേഷ് സിംഗ്, എ ഹിസ്റ്റോറിയൻ അബൌട്ട് ദ ട്രൈബൽ സ്ട്രഗിൾസ് ഇൻ ഇന്ത്യ.
The anti-British struggles of illiterate tribal communities were more aggressive, intense, and continuous than any other sects, including peasants. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലായ സ്റ്റോറി, നമുക്ക് മനസ്സിലായിട്ടുള്ള കഥകൾ നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതുക. അതാണ് നമുക്ക് ഹിസ്റ്ററിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കഥ മനസ്സിലാക്കിയിട്ട് അത് എഴുതുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഒരിക്കലും കാണാണ്ട് പഠിച്ചു പോയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം, ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് large scale import of machine made British textiles was the major reason for the ruin of Indian textile industry. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഭയങ്കരമായിട്ട് വന്നതുകൊണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽ വാസ് ദി മേജർ റീസൺ ഫോർ ദ റൂയിൻ ഓഫ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ബ്രിട്ടീഷിൽ മെഷീൻ മെയ്ഡ് തുണികളൊക്കെ മെഷീനിൽ ഉണ്ടാക്കില്ലേ, അത് ഭയങ്കര കൂടുതലായപ്പോഴാണ് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒന്ന് ഡള്ളായത്. ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ കുഡ് ബി സോൾഡ് ഈസിലി ഫോർ ദ വർ ചീപ്പ്. അപ്പോൾ ഈ മെഷീനിലുണ്ടാക്കുന്ന ടെക്സ്റ്റൈൽസൊക്കെ ഭയങ്കര ഈസി ആയിട്ട് വിറ്റുപോയി, അതും പൈസ കുറവിന്. The expansion of railways was also responsible for the decline of the Indian textile industry. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ എന്താണ് റെയിൽവേ ഒക്കെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടായ, ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ഇറ്റ് ഹെൽപ്പ് ദ ബ്രിട്ടീഷ് ടു ക്യാരി the imported fabrics from port towns to interior villages and cotton collected from villages to ports for the exporting to Britain. അപ്പോൾ ഇതെന്ത് ചെയ്ത്, ഈ റെയിൽവേ ഒക്കെ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സാധനങ്ങൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാനും ഇവിടുത്തത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും ഈസി ആയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റി. ദസ് ഇന്ത്യൻ വിയേഴ്സ് ലോസ് ദെയർ ബിസിനസ് ഇൻ വില്ലേജ് മാർക്കറ്റ്സ്. അപ്പോൾ ഇന്ത്യയിലത്തെ ആൾക്കാർക്ക് അവരുടെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. Due to higher tax levied, the price of Indian textiles exported to Britain increased, so it is slowed the British market too. അപ്പോൾ ഹൈ ടാക്സ് ആയപ്പോൾ എന്താണ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽസൊക്കെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകൽ കൂടി. അങ്ങനെ ആയപ്പോൾ എന്താ ഉണ്ടായി, ബ്രിട്ടീഷുകാരുടെ മാർക്കറ്റും അവിടെ ലോസ്റ്റായി. The British officers forced the weavers to work a meager wages and exchange of products to them at a cheaper rate. അപ്പോൾ ബ്രിട്ടീഷ് ഓഫീസർ എന്താ ചെയ്തത്, കൂടുതൽ സമയം അവരെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് ഭയങ്കര തുച്ഛമായ പൈസയ്ക്കാണ് അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നത്. എന്നിട്ട് ഭയങ്കര വില കുറഞ്ഞതിൽ അവർക്ക് പ്രൊഡക്ട്സ് കൊടുക്കാനായിട്ട് അവരെ ഭയങ്കരമായിട്ട് നിർബന്ധിപ്പിച്ചു. Weavers gave up their work massively due to exploitation and torture of the British officers, so they searched for other jobs. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റാണ്ട് അവർ വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. The immediate reflection of the decline of textile industry was found in urban areas. The textile centers like Murshidabad and Dhaka that were thickly populated once became least inhabited. The people who had been working in textile industry migrated to villages and engaged in agriculture related works. അപ്പോൾ എന്താ അവിടെ ഉണ്ടായത്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് അർബൻ ഏരിയാസിലൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഇത് ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടിട്ട് അവർ അഗ്രികൾച്ചർ റിലേറ്റഡ് ജോലികൾക്കൊക്കെ വരാനായിട്ട് തുടങ്ങി. As a result, the number of people who engaged in agriculture to earn a living increased. അപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്നവരുടെ എണ്ണം കൂടി. It fragmented the agricultural fields and production fell to be stagnant. The state of handicraft in villages was not different. അപ്പോൾ ഇവിടെ പറയുന്നത് വില്ലേജ് ഇൻഡസ്ട്രീസും അത് ഡിക്ലൈൻ ആവാനുള്ള കാരണമാണ് പറയുന്നത്. പോട്ടറി, ഈ മണ്ണിൻ്റെ പാത്രങ്ങളിലൊക്കെയാണ് പോട്ടറി പറയുന്നത്. അതെന്തുകൊണ്ടാണ് നശിച്ചു പോകാൻ കാരണം, ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്, അലുമിനിയം പാത്രങ്ങൾ വന്നപ്പോഴാണ് പോട്ടറി മാറിയത്. ടാനിങ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. അപ്പോൾ ടാനിങ് അത് റോ ലെതർ യൂറോപ്പിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തപ്പോൾ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തപ്പോഴാണ് അത് മാറിയത്. അടുത്തത് കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്. അപ്പോൾ കാർപ്പൻട്രി അതും മാറുകയാണ്. അപ്പോൾ ഓരോ മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. ദി അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആൻഡ് ദ പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ്. British industrialists started modern industries in India
in 19th century, but their number was limited. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസൊക്കെ പുതിയതായിട്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഏത് സെഞ്ച്വറിയാണ്? 19th സെഞ്ച്വറിയിലാണ്. അത് നമ്പറൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ദ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അപ്പോൾ അവരിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്. ലേറ്റർ ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ, പേപ്പർ വെർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ആദ്യം അവർ തുടങ്ങിയത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയാണ്. അതിനുശേഷം അവർ ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ, പേപ്പർ ഇതൊക്കെ തുടങ്ങുകയാണ്. ദ ലേബേഴ്സ് ഇൻ ദീസ് ഇൻഡസ്ട്രീസ് വെർ എക്സ്പ്ലോയിറ്റഡ്. ദെയർ കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി പാത്തറ്റിക്. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മീഗർ വേജസ്, അൺഹെൽത്തി അക്കോമഡേഷൻ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കൂടുതലായിട്ടും അവർ ആദ്യം പ്ലാന്റേഷനാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ, പേപ്പർ എന്നുള്ള ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങി. പക്ഷെ അവിടുത്തെ ജോലിക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പതറ്റിക് കണ്ടീഷനായിരുന്നു. എന്തുകൊണ്ടാണ്? ഭയങ്കര കുറേ നേരം അവർക്ക് ജോലി ചെയ്യണം, പക്ഷെ കുറച്ച് പൈസയെ കിട്ടുള്ളൂ. മാത്രമല്ല അവരുടെ ജീവിത സാഹചര്യം, അവരുടെ താമസ സൗകര്യം, ഭക്ഷണം ഇതൊക്കെ ഭയങ്കര അൺഹെൽത്തി ആയിരുന്നു. There was no trade union in India at the time. അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടായിരുന്നില്ല. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ആൻഡ് കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് അജിറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലുണ്ടായ കുറച്ച് റിവോൾട്ട്സ് ആണ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്കും പിന്നെ കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 പാർട്ടാക്കിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററി മെയിനായിട്ട് നമുക്ക് കഥ മനസ്സിലാക്കി വെച്ച് നമ്മൾ നമ്മുടെ രീതിക്ക് എഴുതാം. അല്ലാണ്ട് ഇതിൽ ഒരിക്കലും ഒരു സംഭവം നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ വല്ല മാച്ച് ദ ഫോളോയിങ് പോലെ ഞാൻ ഇമ്പോർട്ടൻറ്റ് പറയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ കാണാണ്ട് പഠിക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഒരു കഥ, ഇവിടെ ഇന്നതാണ് നടന്നത്, ഇങ്ങനെയൊക്കെയാണ് നടന്നത്, അങ്ങനെ ഒരു കഥയായിട്ട് സ്റ്റോറിയായി നമ്മുടെ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ നമുക്കറിയാവുന്ന ആ ഒരു ഇതിൽ നമ്മൾ എഴുതുക. ഒരിക്കലും കാണാണ്ട് പഠിച്ച് എഴുതേണ്ട ആവശ്യമില്ല ഹിസ്റ്ററിക്ക്. അതുപോലെ തന്നെ കുറച്ച് അധികം എഴുതുക. എക്സാമിനൊക്കെ എഴുതുമ്പോൾ നല്ലപോലെ വാരി വരച്ചിട്ട് തന്നെ എഴുതാമെന്ന് പറയില്ലേ, നല്ലപോലെ നല്ല നീറ്റായിട്ട് കുറേ എഴുതുക. നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് അതിൽ എഴുതാം. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്